സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ഒരു കോളേജ് പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. 5000 രൂപ മുതൽ മുടക്കിൽ ഒരു വർഷക്കാലമായിട്ട് ഏകദേശം നവംബർ 1-ാം തീയതി മുതൽ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. വന്ന കാലം മുതൽ ഒരു പരിമിതമായ സൗകര്യങ്ങളിലാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അഡ്മിഷൻ സമയത്ത് വാഗ്ദാനങ്ങൾ അനവധിയായിരുന്നു, പക്ഷേ ഒന്നും നടപ്പായില്ല. ഓരോ ദിവസം കഴിയുന്തോറും സ്ഥിതി വഷളാവുകയാണ്. കഴിഞ്ഞ വർഷമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോഴ്സ് ആരംഭിച്ചത്. സ്വന്തമായി ഹോസ്റ്റൽ കെട്ടിടം ഇല്ലാത്തതിനാൽ വിദ്യാധിരാജ സ്കൂളിന്റെ കെട്ടിടം ലേഡീസ് ഹോസ്റ്റലാക്കി മാറ്റുകയായിരുന്നു. നടത്തിപ്പ് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിനും. 2 ബാച്ചുകളിൽ നിന്നായി 120 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതിൽ 95 കുട്ടികളാണ് ഹോസ്റ്റൽ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത്. 5500 രൂപ വീതം മാസം നൽകിയിരുന്നു. എങ്കിലും ഇതിനുതകുന്ന ക്രമീകരണങ്ങളൊന്നും ഇവിടെ അധികൃതർ ഒരുക്കിയിട്ടില്ല എന്നാണ് വിദ്യാർത്ഥിനികളുടെ പരാതി. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ കണ്ടതാണ് തിളപ്പിച്ച വെള്ളത്തിനകത്ത്, അതായത് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് അണുബാധ മാറാനാണ്. അപ്പോൾ ഈ തിളപ്പിച്ച വെള്ളത്തിനകത്ത് അവർ ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് വെള്ളം പിടിച്ചൊഴിച്ച് കൊണ്ടൊഴിക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ട് ഞങ്ങൾ അതിനെ കുടിക്കുന്ന വെള്ളം, കുടിവെള്ളം ചൂടാക്കി വെച്ചതിൽ അവർ ബാത്റൂമിൽ നിന്ന് വെള്ളം കൊണ്ട് ഒഴിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ 5000 രൂപയ്ക്കാണ് ഇവിടെ ആദ്യമായിട്ട് ഹോസ്റ്റൽ അഡ്മിഷൻ എടുത്തപ്പോൾ വന്നത്. അന്ന് മുതൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ആവുന്നതിൻ്റെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആകെ 4 റൂമിലാണ് ഞങ്ങൾ 49 പെൺകുട്ടികൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഓരോ റൂമിലും 14, 16, 12 പിള്ളേർ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത്. അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ നിന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഗവൺമെൻറ് കോളേജിൻ്റെതായിട്ടുള്ള ഹോസ്റ്റൽ വരുമെന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2 മാസം മുമ്പ് ഞങ്ങളുടെ ജൂനിയേഴ്സും കൂടി വന്നു. അവരും 10-47-50 പിള്ളേരുടെ അടുത്തുണ്ട്. അവർ വന്നിട്ടും പ്രത്യേകിച്ച് ഒരു ഫെസിലിറ്റീസും കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല പൈസ കൂട്ടുകയും ചെയ്ത്. 5500 രൂപയിൽ ഒരു വിഹിതം ഭക്ഷണത്തിനാണ് ലഭിക്കുന്നതോ ഗുണനിലവാരം ഏതുമില്ലാത്ത ഭക്ഷണം. പല ദിവസങ്ങളിലും പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലാണിവർ. 3000 ഞങ്ങൾ മെസ് ഫീസും 1500 അക്കോമഡേഷനാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവർ അതിന് കോൺട്രറി ആയിട്ട് ചെയ്തത് 2000 ആയിരുന്നു അക്കോമഡേഷൻ്റെ പൈസ, 2200 ആക്കുകയും അതിന് മെസ് ഫീസ് പിന്നെയും കുറച്ച് 2300 മാത്രമാണ് അവർക്കിപ്പോൾ കൊടുക്കണുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഫുഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ക്ഷുദ്രജീവികളെ പേടിച്ച് ഉറങ്ങാൻ പോലും ഈ വിദ്യാർത്ഥിനികൾക്കാവുന്നില്ല. ഫീസ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതായതോടെ നൽകുന്ന തുക വിദ്യാർത്ഥികൾ കുറച്ചു. അതിന്റെ വൈരാഗ്യം മാനേജ്മെന്റ് ഭക്ഷണം കുറച്ചു തീർത്തു. കൂടാതെ ഡിസംബർ 31-ന് ഹോസ്റ്റൽ ഒഴിയണമെന്ന നിർദ്ദേശവും. എന്നാൽ മാനേജ്മെന്റിന്റെ ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ലെന്നാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരവുമായി രംഗത്തെത്തുമെന്ന മുന്നറിയിപ്പും വിദ്യാർത്ഥിനികൾ നൽകുന്നു. ജനം, ഇടുക്കി.